ലാലേട്ടൻ നെവിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രമോ വന്നിട്ടുണ്ടല്ലേ. പ്രമോ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഞാനൊന്ന് തിരിച്ചു ചിന്തിക്കട്ടെ. അതായത് കഴിഞ്ഞ വീക്കുണ്ടായ, അതായത് ഈ വീക്കുണ്ടായ പ്രശ്നങ്ങൾ, അനുമോളുടെ ബെഡിലേക്ക് നെവിൻ വെള്ളം ഒഴിച്ചത്, നെവിൻ കാരണം ഷാനവാസിന് അവിടെ വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയത്, ഇതൊക്കെ നേരെ തിരിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ അനുവാണ് കയറി നെവിന്റെ ബെഡിലേക്ക് വെള്ളം ഒഴിച്ചത്. പോട്ടെ, നെവിന്റെ വേണ്ട, ഇനിയിപ്പോ ആരിന്റെയോ അക്ബറിന്റെയോ ആരുടെയും ബെഡിലേക്ക് കയറി വെള്ളം ഒഴിച്ചത്. അനുമോളുമായിട്ടുള്ള വഴക്കിനിടയിലാണ് അവിടെ ഷാനവാസ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥ വന്നത്. പിന്നെ അനുമോൾ അവിടെ ഭക്ഷണം ശരിയായി ഉണ്ടാക്കി കൊടുത്തില്ല, നേരത്തിന് ഭക്ഷണം കിട്ടിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ച് അനുമോൾ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ കരുതുന്നത് കേട്ടോ, എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത്, ഞാൻ കരുതുന്നത് അനുമോള് പിന്നെ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇവിടെ നെവിനെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് അവിടെ വാണിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് അനുമോൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അനുമോളെ പുറത്താക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ. ഇപ്പോ അനുമോൾ അവിടെ പലതര തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡുകൾ വരുന്ന സമയത്ത് ലാലേട്ടനെ അനുമോളെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ അവിടെ ഫയർ കേൾക്കുന്ന ഒരാൾ അനുമോൾ എന്നാണ് പറയേണ്ടിയിരുന്നത്. മോഹൻലാൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, നാണമുണ്ടോ എന്ന് അനുമോളെടുത്ത് ചോദിച്ചിട്ടുള്ള ആ എപ്പിസോഡ്. ഇനി അത് മാറ്റി നിർത്താം, അനുമോളെ മാറ്റി നിർത്താം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാനവാസിനിട്ട് പൊരിച്ചടുക്കി, അതുപോലെ തന്നെ അനീഷിനെ കഴിഞ്ഞ ആഴ്ചകൾ 2-3 ആഴ്ചകളായിട്ട് അനീഷിനെയും അവിടെ വഴക്ക് പറയുന്നുണ്ട്. ഷാനവാസിനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഷാനവാസ് ഫ്രൈ ആയിരുന്നു അത്. അതുപോലെ വഴക്ക് പറയുന്ന ഒരു ലാലേട്ടനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ പ്രമോ കാണുന്ന സമയത്ത് നെവിന് വഴക്ക് പറയുന്നുണ്ട്, പക്ഷേ ആ നെവിൻ ഫ്രൈ ഒന്നും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ഇനി പ്രമോയിൽ ഉൾപ്പെടുത്തതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പ്രമോ കണ്ട സമയത്ത് ആ ഒരു അങ്ങ് കിട്ടിയില്ല. അതായത് നെവിനെ വഴക്ക് പറയുന്നതിൻ്റെ ആ പവർ ഉണ്ടല്ലോ, ആ പവർ അങ്ങ് കിട്ടിയില്ല. അനുമോളെ വഴക്ക് പറയുന്നത് പോലെയോ ഷാനവാസിനെയോ അനീഷിനെയോ ഇവരെ ഫയർ ചെയ്യുന്നതിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, അതെനിക്കൊരു നെവിനെ വഴക്ക് പറയുന്ന ആ പ്രമോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇനി എൻ്റെ തോന്നലാണോ എന്നറിയില്ല, നിങ്ങളുടെ തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. എനിക്ക് പ്രമോ കണ്ട സമയത്ത് ഞാൻ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കത് തോന്നിയില്ല പ്രമോ കണ്ട സമയത്ത് എന്നുള്ളതാണ്. ഇപ്പോ നെവിൻ അവിടെ ആരെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്ത് കളിച്ചോട്ടെ, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെയ്യുന്നതിന് എല്ലാത്തിനും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു കൺട്രോൾ വേണമായിരുന്നു. ഇല്ലാതെ പോയത് അത് നെവിനാണ്. പക്ഷെ പുറത്തുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടി അവിടെ നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര സപ്പോർട്ടാണ് നെവിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നെവിൻ ബെഡിൽ വെള്ളം ഒഴിച്ചതിനെ പോലും അവിടെ വീഡിയോയിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന മത്സരാർത്ഥികളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അതായത് നെവിൻ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെതായ കാരണമുണ്ട് ഇത്രേ. അപ്പൊ കഴിഞ്ഞ ദിവസം നെവിൻ കിടന്നുറങ്ങിയിട്ട് അവിടെ പട്ടി കുറച്ചു. അവിടെ അനുമോള് കിടന്നുറങ്ങിയിട്ട് പട്ടിയൊന്നും കുറച്ചിട്ടില്ല. അനുമോൾ അവിടെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ, നെവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നെവിൻ പറഞ്ഞത് തെറ്റിപ്പോയി. നെവിൻ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് അവിടെ പട്ടി കുറയ്ക്കുന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് നെവിനെ വിളിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നെവിൻ ഉറങ്ങിയ സമയത്ത് അവിടെ ആരാണ് മുഖത്ത് വെള്ളം തെളിച്ചത്? ആരൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ അനുമോള് കിടന്നു എന്ന് പറഞ്ഞിട്ട് ബെഡിലേക്ക് വെള്ളം ഒഴിച്ച ആ നെവിന്റെ പ്രവൃത്തിയെ പുറത്തുനിന്ന് എല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വെളുപ്പിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ ഷാനവാസ് ഹോസ്പിറ്റലായിട്ട് പോലും ഷാനവാസിന്റെ ആക്ടിംഗ് ആണ് എന്ന് പറയുന്ന ഇവിടെ നിന്ന് പുറത്തു പോയ മത്സരാർത്ഥികളെ പോലും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ അഡ്മിറ്റായി ഡോക്ടറെ കണ്ട്, അല്ല ഒരു പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി അപ്പൊ തന്നെ തിരിച്ചു വരില്ലേ? അപ്പൊ ഈ വ്യക്തി 2 ദിവസമായിട്ട് തിരിച്ചു വരാതിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇവർക്കില്ലേ? ഇവരൊക്കെ ഇങ്ങനെയാണ് ഗെയിമിനെ നോക്കിക്കാണുന്നത്. എനിക്ക് ഈ സീസൺ കാണുന്ന സമയത്ത് മുഴുവൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സീസൺ 1 ആണ്, പേളിമാണിയുടെ സീസൺ. പേളിമാണിക്ക് എതിരെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ എല്ലാ മത്സരാർത്ഥികളും എതിരെ നിന്ന് പേളിക്ക് എതിരെ കളിച്ച ഒരു സീസൺ ആയിരുന്നു സീസൺ 1 എന്ന് പറയുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങിയ എല്ലാ മത്സരാർത്ഥികളും ഒറ്റക്കെട്ടായി അവിടെ പേളിക്ക് എതിരെ തിരിഞ്ഞു. അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം പേളി ഇവരുമായിട്ടുള്ള എല്ലാ കണക്ഷൻസും കട്ട് ചെയ്യുകയും പേളിയോട് ഒറ്റപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് ബിഗ് ബോസിൽ പേളിക്കൊപ്പം മത്സരിച്ച ഒരാളുമായിട്ട് പേളിക്ക് യാതൊരുവിധ കണക്ഷനും ഇല്ല. ഇന്ന് വരെ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അത് കണ്ടിട്ടില്ല. ഇപ്പൊ അനുമോൾക്കെതിരെ നടക്കുന്നത് അതുപോലൊരു ഹെയ്റ്റ് ക്യാമ്പയിനാണ്. ഇപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ, നെവിൻ ചെയ്ത കാര്യങ്ങൾ അനുമോളാണ് ബിഗ് ബോസ് വീട്ടിൽ ചെയ്തത് എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അനുമോളെ അവിടെ നിർത്താൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? പ്രേക്ഷകർ മീൻസ് അനുമോൾക്കെതിരെ ഇപ്പൊ ഹെയ്റ്റ് നടത്തുന്ന മറ്റു മത്സരാർത്ഥികൾ, പുറത്തിറങ്ങിയവര്, അതുപോലെ ഒരുപാട് പേര്, എന്താ പറയാ, ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത് അനുമോൾക്കെതിരെയാണ്.
അനുവിനെയാണ്. അപ്പോൾ ഈ അനുമോൾക്കെതിരെ എന്തൊക്കെ ഇവർ കാണിച്ചു കൂട്ടായിരുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഇപ്പൊ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ ഇതെങ്ങാനും നെവിൻ ചെയ്ത സ്ഥാനത്ത് അനുമോളായിരുന്നെങ്കിൽ സ്ഥിതി ഒന്ന് ചിന്തിക്കാൻ കൂടി എനിക്ക് വയ്യ കേട്ടോ. അതുപോലത്തെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് അല്ലാന്നുണ്ടെങ്കിൽ വിദ്വേഷം അല്ലെങ്കിൽ ഏറ്റവും മോശമായ ഒരാളെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അനുവിനെതിരെയാണ്. അനുവിനെ PR ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത് ഓക്കെ, നമുക്ക് സമ്മതിക്കാം. പക്ഷേ ആ വീട്ടിലുള്ള എല്ലാവർക്കും PR ഉണ്ട്, എന്നിട്ടാണ് അനുവിനെ മാത്രം അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത്. ഇത് മാത്രമല്ല, അവിടെ എന്തനു ചെയ്താലും, അപ്പൊ അനുവിന്റെ ഭാഗത്ത് ഫുള്ള് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്തനു ചെയ്താലും അതിനെ എന്തോ വലിയ സംഭവമാക്കി അനുവിനെതിരെ ഹരാസ്മെന്റ്, ഭയങ്കരമായിട്ടുള്ള ഹരാസ്മെന്റ് ആണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവർക്ക് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ അക്ബർ വിജയിക്കണം, അല്ലെങ്കിൽ ആര്യം വിജയിക്കണം, അല്ലെങ്കിൽ നെവിൻ വിജയിക്കണം എന്നൊരു കാര്യമാണ് പുറത്തിറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക പേരും നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആര്യം പുറത്തു പോയി എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആര്യൻ അങ്ങനെ പുറത്തു പോയി എന്നുണ്ടെങ്കിൽ അക്ബർ വീണ്ടും ഒരാളെ കൂടി കുരുതി കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ സാബു വന്നിട്ട് അങ്ങനെയാണല്ലോ പറഞ്ഞത്, അക്ബർ ബലിയാടുകളാക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അക്ബർ ഒരാളെ കൂടി ബലിയാടാക്കി, അങ്ങനെ ആര്യം പുറത്തു പോയി എന്ന് പറയേണ്ടി വരും. ഇവിടെ നെവിനെ സപ്പോർട്ടായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്, കുറേ പേര് പുറത്തിറങ്ങിയവര്. ഇവരെല്ലാം സപ്പോർട്ടേഴ്സ് നെവിനെ വോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നെവിൻ അവിടെ സേഫ് ആയതും. പിന്നെ നെവിൻ കുറേ എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നെവിന് ഒരുപാട് സപ്പോർട്ട് പുറത്ത് ഓൾറെഡി ഉണ്ട്. ഈ 2 ദിവസമായിട്ട് നെവിൻ വെറുപ്പിച്ചതിന്റെ ഭാഗമായിട്ട് നെവിനെ കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ നെവിന് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നെവിൻ അവിടെ സേഫ് ആയിട്ടുള്ളത്. പിന്നെ പ്രമോല് കാണുന്ന സമയത്ത് ഷാനവാസിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഷാനവാസ് തിരിച്ചു വന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ മനസ്സിലുണ്ട്. പിന്നെ തിരിച്ചു കയറി എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയും നമുക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് പ്രമോല് ഞാൻ ആദ്യം ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഷാനവാസ് എവിടെ എന്ന് തിരക്കാനാണ് എനിക്ക് തോന്നിയത്. ഷാനവാസ് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പേഴ്സണലി എനിക്ക് ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഷാനവാസ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ആര്യനാണ് പുറത്തു പോയതെങ്കിൽ ഇനി അവിടെ ഉണ്ടാവാൻ പോകുന്നത് 8 മത്സരാർത്ഥികളാണ്. അതിൽ നിന്ന് ആരായിരിക്കും ടോപ്പ് 6ലേക്ക് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിലെ ടോപ്പ് 6 ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അനുമോള്, അനീഷ്, ഷാനവാസ്, ഇവര് 3 പേരും എന്തായാലും ടോപ്പ് 3യിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നവരാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ ആദിൽ അല്ലെങ്കിൽ നൂറ ഒരാൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ അക്ബർ ആയിരിക്കണം വരാന്. അക്ബർ, നെവിൻ ഇവരൊക്കെയാണ് ചാൻസ് ഉള്ളത്. ഇനി സാബുമൻ വന്നാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം സാബുവിന് അത്രയും സപ്പോർട്ടേഴ്സ് പുറത്തുണ്ട്. എന്ത് കണ്ടിട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. സാബുവിന് അത്ര സപ്പോർട്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് വരുന്ന സമയത്ത് ഒരാൾ മണി ബോക്സ് ആയിട്ടും ഒരാൾ എലിമിനേഷനിലും പുറത്താവാനുള്ള ചാൻസ് ഉണ്ട്. മണി ബോക്സും കൊണ്ട് ആര് പോകും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ആദിൽ അല്ലെങ്കിൽ നൂറ. ആദില പോകാനാണ് ചാൻസ് കൂടുതൽ. നൂറ അതിനെ അവിടെ നിർത്തിയിട്ട് ആദില ആ പണപ്പെട്ടി എടുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണപ്പെട്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് നമുക്കതെടുത്ത് പോവാൻ, നമുക്ക് ക്യാഷ് അത്ര അത്യാവശ്യമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരാൾ പണപ്പെട്ടിയും കൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നെവിനെയും നോക്കി കാണുന്നുണ്ട്. നെവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അത്രയും നെഗറ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോ അതും കൊണ്ട് പോകായിരിക്കും നല്ലത് എന്ന് ചിന്തിച്ച് നെവിനും പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദില, നൂറ ഇവരിൽ ഒരാളോ നെവിനോ പണപ്പെട്ടി എടുക്കാം. പിന്നെ നെക്സ്റ്റ് വീക്കിൽ എവിക്ഷനില് ആരായിരിക്കും പുറത്തു പോകുന്നത് ഒരു പ്രഡിക്ഷൻ ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ വിചാരിക്കാത്ത ആള് പുറത്തു പോകാം. ബാക്കിയുള്ളവരായിരിക്കാം ടോപ്പ് 6ൽ വരുന്നത്. ടോപ്പ് 6ൽ എന്തായാലും ഈ 3 പേരും ആദില അല്ലെങ്കിൽ നൂറ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. നൂറ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഇനി ഇതിൽ ആര് വിജയിക്കും എന്നുള്ളത് ഇപ്പോഴും ടോട്ടലി കൺഫ്യൂഷനാണ്. എല്ലാ സീസണുകളിലും ഒരു രാജാവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ സീസണിൽ കൃത്യമായിട്ടുള്ള ഒരു രാജാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മത്സരാർത്ഥികൾ തമ്മിലുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അനീഷും അനുമോളും ഷാനവാസും ഒക്കെയുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഒരു രാജാവ് ഇതുവരെ ഇല്ല. അതുകൊണ്ട് ഈ സീസണിൽ ആര് വിജയിക്കും എന്നുള്ളത് ഇങ്ങനെ നമ്മൾ തന്നെ അത് ലാസ്റ്റ് വരുന്ന സമയത്ത് അറിയേണ്ട ഒരു കാര്യമാണ്. മുന്നൊക്കെ നമുക്ക് ഏകദേശം പ്രഡിക്റ്റ് ചെയ്യാം, ഇന്നാളിനി വിജയിക്കുള്ളൂ. യൂട്യൂബിൽ എവിടെ പോളിട്ടാലും എന്ത് പോളിട്ടാലും അവിടെ വിജയിക്കുന്ന ഒരാളുണ്ടായിരിക്കും. അത്രയും വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ഇത്തവണ നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല ഇതിൽ ആര് വിജയിക്കും എന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാനുമോൾക്കും അനീഷിനും ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്ന 2 മത്സരാർത്ഥികളാണ്. ഇനിയിപ്പോൾ ഷാനവാസ് കയറി വരുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. വളരെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ടെസ്റ്റുകൾ സംഭവിക്കാം, ഒക്കെ ഉണ്ടാവാം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടി നെവിൻ എന്ത് പറയുന്നു, ആര്യൻ എന്ത് പറയുന്നു, അനുമോൾ അടിച്ച് ആര്യന് വഴക്ക് പറയുന്നുണ്ടോ എന്നൊക്കെയുള്ള മൊത്തത്തിൽ നമുക്കൊരു ചിന്തയുണ്ട്. എന്ത് കാണാം വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് എന്തായിരിക്കും അവിടെ സംഭവിക്കുക. അനുമോളെയും ഷാനവാസിനെയും അനീഷിനെയും മാത്രം വഴക്ക് പറയുന്ന ലാലേട്ടൻ ഇനി മറ്റുള്ളവരെ വഴക്ക് പറയുന്നുണ്ട്, അവരോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത്. പ്രമോ കൊണ്ട സമയത്ത് എനിക്ക് അത്ര പ്രതീക്ഷയൊന്നും തോന്നിയില്ല. ഇനി നെക്സ്റ്റ് പ്രമോ വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് നോക്കിക്കാണാം.